അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും, ഇന്ന് ഈശോയെ ഭാരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം. കർത്താവേ, വളർത്തുമൃഗങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയോ, ചെറിയ വരുമാനക്കാർ, അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവർ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളെയും സാമ്പത്തികമായ കടങ്ങളിലൂടെ പരിഹാരമില്ലാതെ നീങ്ങുന്നവരെയും ജപ്തി നടപടി നേരിടുന്നവരെയും കണ്ണുനീരിടാൻ ദിവസം സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ഈശോയെ. കർത്താവ്, അങ്ങയെടുത്ത് മറുപടി ഉണ്ട് ഈശോയെ. അങ്ങ് വിചാരിച്ചാൽ മതി, ഒരു നിമിഷം വിചാരിച്ചാൽ മതി, അങ്ങനെ മക്കളെ രക്ഷപ്പെടും. എല്ലാവരും പറയണത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട, ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാമെന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. പല മക്കളും ജോലി തേടി വിദേശത്ത് പോകാൻ ഉദ്യമിക്കുന്നവരുണ്ട്. അവിടെ ആശങ്കയാൽ വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വൈവാഹ തടസ്സമുള്ളവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഭവനരഹിതർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ സമാധാനം ഇല്ലാത്ത കുടുംബങ്ങളെ ഇതെല്ലാം സന്ധിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ പണ്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദൈവത്തിൽ നമുക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനിടയായാലേ പിന്നെ എല്ലാ ഡീലിങ്സും ഈസിയാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചത് മോസസാണ്. ഞാൻ എപ്പോഴും കൊതിക്കുന്ന ഒരു
എക്സ്പീരിയൻസ് ലെവലാണ്. അതായത് ദൈവം മോസസിനെ കുറിച്ച് പറയുന്ന ഭയങ്കര പോസിറ്റീവായിട്ടൊരു കമൻ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? അതായത് പുറപ്പാട് 33:17 എടുത്തേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നീ എന്റെ പ്രീതി നേടി. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. അപ്പം ദൈവത്തിൻ്റെ പ്രീതി നേടിക്കഴിയുമ്പോൾ ഓരോരോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ കാലാവസ്ഥാ ഭേദങ്ങൾ, ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് കാലാവസ്ഥാ ഭേദങ്ങൾ. ഈ കാലാവസ്ഥാ ഭേദങ്ങളിൽ നമ്മൾ കൈവരിക്കുന്ന നിലപാടുകൾ, അതെല്ലാം ചില സമയത്ത് നമ്മൾ തോറ്റുപോകും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യും. എന്നിട്ടും നമ്മൾ വിശ്വാസത്തിൽ അതിൻ്റെ റിട്ടേൺസ് ഒന്നും ഇല്ലെങ്കിലും ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിലനിൽക്കും. അങ്ങനെ നിലനിന്ന ഒരാളാണ് മോസസ്. അഹ്റോനും പോയി, എല്ലാവരും പോയി. അപ്പോഴും മോസസ് കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്തും അതിനുവേണ്ടി സമൂഹത്തിൽ ഒറ്റപ്പെട്ടും അതിനുവേണ്ടി പട്ടിണി നിന്നും അതിനുവേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഭ്രാന്തനായി ചിത്രീകരിക്കപ്പെട്ടും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം തിന്മയായിട്ട് ഭവിക്കുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ ഈ മനുഷ്യങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളായപ്പോൾ ദൈവം അവസാനം പറയണതാണ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, അതുകൊണ്ട് നീ പറയുന്ന ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന്. എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാവണം നിർബന്ധമില്ല. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും 60% ചിലപ്പോൾ പരാജയമായിരിക്കും. കാര്യം വിശ്വാസത്തിൽ 60% പരാജയം വരാൻ കാര്യം വിശ്വാസത്തിലൂടെ നമ്മളുടെ ചില താല്പര്യങ്ങളെ നടത്തിച്ചെടുക്കാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ വ്യാപരിക്കണ കാണാം. അങ്ങനെയുള്ള ഉദ്യമങ്ങളൊക്കെ ദൈവത്തിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് അത് മിക്കവാറും പരാജയമായിരിക്കും. പിന്നെ തന്നെയല്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ? മത്തായി 20:22. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം ചോദിച്ചതിൻ്റെ നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ റിപ്രക്കഷൻസും സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളും കൊണ്ട് നമ്മൾ തന്നെ വലയും. ഇപ്പം അതറിയാൻ പറ്റാതെ നമ്മൾ ചിലത് അപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും. പക്ഷേ അതായിരിക്കത്തില്ല ദൈവ പദ്ധതി നമുക്ക് ഗുണകരമായി മാറുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എനിക്കാണത് ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അത് താമസിക്കുമെന്ന് പറയും. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് മാന്യം ഉണ്ടാക്കരുത്. പല അണ്ണന്മാരും ദൈവം ചിലപ്പോൾ നമ്മുടെ കസര കളിക്ക് ചില ആൾക്കാർ ഒരു മണിയടിച്ച് കഴിയുമ്പോൾ ചിലർ ഔട്ടാകത്തില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് ഔട്ടാകും. അതെങ്ങനെ ഔട്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയി, ഞാൻ കുറേ പ്രാർത്ഥിച്ചതാണ് എന്നിട്ട് മാർക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 100 പേര് പ്രാർത്ഥിച്ചാൽ 100 പേർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, അതിൽ 90 പേരും ദൈവസന്നിധിയിൽ നിന്ന് പോകും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ജലദോഷ പനിക്കാർ പോകാൻ വേണ്ടി തന്നെയായിരിക്കും ചിലപ്പോൾ ഈശോ അത് പറയാം. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നില്ലേ? മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ
പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. അതന്നെ. അപ്പം പ്രലോഭനങ്ങൾ ഉണ്ടാകണത് എന്തിനാണെന്ന് അറിയാമോ? ഈ ഞാൻ ഞാൻ സംസാരിച്ചതല്ല, കസേര കളി. ഒരാൾ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു കസേരക്ക് 2 പേരാണ് ഓടുന്നത്. മണിയടി നിൽക്കുമ്പോൾ ഒരാൾ കസേര കിട്ടും, ഒരാൾ പുറത്താകും. അങ്ങനെ പുറത്താകുമ്പോൾ പുറത്താകുന്ന ആൾ അവർ വിശ്വാസിയാണെങ്കിൽ ചില സമയത്ത് ആ പുറത്താകുന്നത് കൊണ്ട് ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകണവനാണെങ്കിൽ അകന്നു പോകേണ്ട തന്നെ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അലപരാധി വിശ്വാസികളില്ലേ, ഇവരെ ഗെറ്റ് ഔട്ട് അടിക്കാൻ, ഫിൽട്ടർ ചെയ്യാൻ നല്ല കാര്യമാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തോട് കൂടി ശുശ്രൂഷിക്കാനായിരിക്കും കർത്താവ്. ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോഴേ ഒരു വചനം വിട്ടുപോയായിരുന്നു തോന്നി, അത് മറന്നുപോയി. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം നമ്മളെ 1 കൊരിന്ത്യൻസ് 1:5 വായിച്ചേ. ശ്രുതികട്ടെ. 1 കൊരിന്ത്യൻസ് 1:5. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. നമുക്ക് പങ്കാളിത്തം കിട്ടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. രോഗികളെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോഴായാലും ശരി, കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞതിനെ ആഴപ്പെടുത്താൻ വേണ്ടി സുവിശേഷ വേലയ്ക്കായി പത്രങ്ങൾ ജനങ്ങളെ സാക്ഷ്യപത്രങ്ങൾ കൊടുക്കുമ്പോഴും ശരി, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടുവേണം ചെയ്യാൻ. കാര്യം എന്താ വിശ്വാസ പ്രമാണമാണ് ശരിക്കും കൃപയാർജിക്കാൻ, മറ്റത് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസ പ്രമാണം ഇപ്പോൾ നമ്മൾ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുന്നു അല്ലേ. ദൈവം അവന് മരിച്ചവർ നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. റോമ 10:9 അല്ലേ. പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ രക്ഷ പ്രാപിക്കുകയാണ് ചെയ്യണത്. രക്ഷ. അപ്പോൾ രക്ഷ എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ്. അതാണ് ലൂക്ക 2:30 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ശക്തിയാണ്. 1 കൊരിന്ത്യൻസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ചാൽ ശക്തി പ്രാപിക്കുകയാണ്. ശക്തി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ചെയ്യുന്നതിലൂടെയാണ്, ചെല്ലുന്നതിലൂടെയല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്താൽ 2 കൊരിന്ത്യൻസിൻ്റെ 1 പത്രോസ് 2 പത്രോസ് 1:10 പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ വീണു പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ വിളി, കർത്താവ് നമ്മളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നതിന് യാതൊരു വേറെ ഒരു ഉദ്ദേശവുമില്ല. എന്താ വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ തനിക്കിഷ്ടപ്പെട്ടൊരു അടുത്തേക്ക് വിളിച്ചു. എന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാനും. 3:17 മർക്കോസ് സുവിശേഷം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 3:14 തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. ഈ 12 പേരിലൂടെയാണ് ഈശോ മറ്റുള്ളവരെല്ലാവരും നിയോഗിച്ചിരിക്കുന്നത്. 12 പേരിലൂടെയാണ്. അപ്പോൾ ഞങ്ങളെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗം വരുമ്പോഴേ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ജോലി എന്തിനാണ്? വലിയ ജോലിയൊന്നും ഏൽപ്പിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ സങ്കടത്തിൻ്റെയും രോഗത്തിൻ്റെ സമയത്ത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയാതിരിക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവഹിക്കാൻ വേണ്ടി ആണ് നിങ്ങളെ കൊണ്ട് ഇതുപോലുള്ള ശുശ്രൂഷകൾ സുവിശേഷത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി എനിക്ക് ബോധ്യം കിട്ടിയ കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത്. കാര്യം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നു. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുന്നില്ലെന്നൊന്നും അല്ല പ്രശ്നം. സാങ്കേതികമായിട്ട് ചെയ്യുന്നുണ്ട്, സങ്കടത്തോടെ ചെയ്യുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടണത്. സാങ്കേതികമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, പക്ഷേ സങ്കടത്തോടെയാണ് ചെയ്യണത്. അങ്ങനെയല്ല. ഇത് 5:41 വെച്ചാൽ ചെയ്യേണ്ടത്. നടപടി പുസ്തകം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 5:41
അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. സുവിശേഷ വേല ചെയ്യുന്നവർക്ക് ചില സമയത്ത് അപമാനം ഉണ്ടാകും. മറ്റുള്ളവർ നിനക്ക് വരെ പ്രാന്തണ്ട, അടിച്ചിങ്ങനെ ഇങ്ങനെ കുറേ എണ്ണത്തിന് അടിച്ച് തലക്കയറ്റി ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലർക്ക് പേടിയാണ്, വർക്ക് ചെയ്യാൻ പേടിയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ പേടിനെ അതിജീവിക്കണം എങ്ങനെയാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹമില്ലാത്തതുകൊണ്ടാണ് പേടി വരുന്നത്. ക്രിസ്തുവിനോട് കണ്ട അപ്പോസ്തലന്മാരെ കണ്ട 5:41 ക്രിസ്തുവിനോട് നിങ്ങൾക്ക് സ്നേഹമില്ല, ബന്ധമില്ല. പിന്നെ ഇവിടുന്ന് പറയുന്നതുകൊണ്ട് സാങ്കേതികമായിട്ട് ചെയ്യുകയാണ്. അതാണ് ഈ സങ്കടത്തോടെ ചെയ്യണത്. പല അണ്ണന്മാർക്കും പ്രശ്നം അതാണ്. കാര്യം എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു വാക്ക് പാലിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അവർ അപ്പോസ്തലന്മാരുടെ ഒരു അഭിഷേകം കണ്ട ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ അതൊരു അവസരമായിട്ട് എടുക്കുന്നത്. കർത്താവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും നമ്മളൊരു മോശം പറഞ്ഞാൽ അതിന് അവസരമായിട്ട് എടുക്കുന്നതിൽ സന്തോഷം ഉണ്ടാകണം. ഇങ്ങനെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതാണ് വിഷയം. നിങ്ങളുടെ വേഴ്സണൽ പ്രെയർ പൊളിയാകുമ്പോഴാണ് അതായത് ഇപ്പോൾ ഈ പൊളിയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. പണ്ട് പൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്ക് നേരം നിറച്ച്, ഇന്ന് പൊളിയെന്ന് പറഞ്ഞാൽ അത് അർത്ഥം മാറിയ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം മാറി കണ്ടില്ലേ? പണ്ട് പൊളിയെന്ന് പറഞ്ഞാൽ അവൻ പോക്കാണെന്ന് എൻ്റെ അടുത്ത്, പരാജയമാണെന്ന് പറയും. ഇന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണെന്ന് എൻ്റെ അടുത്ത്. അതിന് വ്യത്യാസം മതിക്കും. അതിപ്പോൾ ഇങ്ങനെ വാക്കുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ദൈവസ്നേഹമില്ല എന്ന് ഈശോ പറയുന്ന ഒരു നോട്ടുണ്ട് അടുത്തത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് യോഹന്നാൻ 5:42 ശ്രുതികട്ടെ യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഇത് ഒരു ഇങ്ങനെ ബ്രാൻഡഡ് ആകരുത്. ഇപ്പം നിൻ്റെ പേര് എൽസി എന്നാ, എലിസബത്ത് എന്നാ, അല്ലെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിർമ്മല, എന്ത് ആയിക്കോട്ടെ. എനിക്ക് നിർമ്മല നിന്നെ അറിയാം, നിനക്ക് ദൈവസ്നേഹം ഇല്ലെന്ന് എങ്ങനെ യേശു പറഞ്ഞാൽ നിൻ്റെ കാര്യം കട്ടപ്പോയി. ഒന്നാമത്തേൽ പേര് ചൊല്ലിയാണ് ദൈവം ആളെ അറിയണത്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഓരോരുത്തരെയും പേഴ്സണലായിട്ടാണ് ആൾക്കാർ അറിയണത് ദൈവം. അപ്പോൾ ആ കണക്കിന് നിന്നോട് പറയണത് എനിക്ക് നിന്നെ അറിയാൻ സജി, നിനക്ക് ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് അങ്ങനെ നമ്മൾ ബ്രാൻഡഡായി. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആധ്യാത്മിക ജീവിതത്തിലെ അപകടം ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി ഡേഞ്ചർ സോണിൽ ഒരിക്കലും വരരുത്. കാര്യം ബ്രാൻഡഡ് ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? നിന്നെക്കുറിച്ച് ദൈവം ഒരു ബ്രാൻഡഡ് ആകാൻ വെച്ചാൽ നിന്നെക്കുറിച്ച് ദൈവം ഒരു അസസ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. കാര്യം ദൈവം അസസ്മെൻറ്റിൻ്റെ ആളാണ്. ഇപ്പോൾ യോഹന്നാൻ 2:14-24 വായിച്ചേ. ശ്രുതികട്ടെ യോഹന്നാൻ 2:24 യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഈ കണ്ട ഉടമ്പടി എല്ലാം എടുത്ത് ഇതുപോലെ രോഗികളെയും കണ്ട് ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ പറഞ്ഞതാണ് യേശുവാകട്ടെ അവരിൽ വിശ്വസിച്ചില്ല. കാരണം എന്താണ്? കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. IELTS വേണ്ടി മാത്രമുള്ള കസത്രാണിത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അത് വളരെ സീരിയസ് ആണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമുള്ള വിഷയമാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് ലവ്. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടല്ല. ഇപ്പോൾ IELTS പാസ്സാകാൻ വേണ്ടിയും ആ വസ്തു വിൽക്കാൻ വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള ഒരു വെടിനിർത്തലോ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണിത്. അതാണ്. അങ്ങനെ ഒരു ബ്രാൻഡഡ് ആകാതിരിക്കാൻ നോക്കണം. ഒന്ന് വായിച്ചേ, വചനം വായിച്ചേ. 2:24 യോഹന്നാൻ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഒന്ന് പറഞ്ഞേ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു അസസ്മെൻറ്റ് വന്നാൽ, അതായത് ഈ പാലം കയറുകൂടെ മാത്രമേ നാരായണ വിളിയുള്ളൂ, പാലം കയറി കഴിയുമ്പോൾ സ്വന്തം അഭ്യാസം കാണിക്കുമെന്ന് എങ്ങാനും ഈ വിഷയം കർത്താവിന് അറിയാമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് വളരെ സത്യം. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കാമ്പോൾ തന്നെ ആദ്യമേ ജാമ്യം എടുക്കണം. കർത്താവേ ഇത് കൊണ്ടൊന്നുമല്ല, ഇത് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും, അന്നമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയും. കർത്താവിന് ഇവിടെ തന്നെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? എങ്ങനെ പറയണം കർത്താവിന്? കർത്താവേ എൻ്റെ പരീക്ഷയും കാര്യമൊക്കെ പോട്ടെ, ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ വെച്ച് അതിന് ജയിക്കുമോ തോക്കുമോ നോക്കിയിട്ട് നിന്നെ സ്നേഹിക്കാൻ നടക്കുകയില്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും നീ തന്നെ എൻ്റെ രക്ഷകൻ. നിനക്ക് വേണ്ടി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. അങ്ങനെ നേരെ ചൊവ്വേ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ചങ്കുറപ്പോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ കർത്താവ് ആരാണെന്ന് നീ അറിയും. കൈയിടിച്ച് കർത്താവ് എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഉടമ്പടിയിൽ ഉണ്ടാകുമ്പോൾ ഓരോ ഘട്ടമില്ലേ, ഇപ്പോൾ ഓരോ ഘട്ടത്തിൽ ചിലപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഊഷ്മളത അവിടെ പുതുക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഊഷ്മളത ഉണ്ടാകത്തില്ല. കാരണം നിങ്ങൾ സാങ്കേതികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ അതിൽ അങ്ങനെ വരുന്നത്.
സാങ്കേതിക സ്നേഹക്കാരാണെങ്കിൽ എണ്ണി ഒപ്പിച്ച് അത് ആ കാര്യങ്ങൾ ചെയ്യും, എണ്ണി അങ്ങനെ ഒപ്പിച്ച് കളയും. ആത്മബന്ധം ഉണ്ടാകത്തുമില്ല. ആത്മബന്ധം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻറ്റ് വരും ദൈവത്തിലേക്ക്. എന്താണ്? നിനക്ക് ആദ്യം ഉണ്ടായത്, നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അപ്പോൾ അല്പം സ്നേഹം കുറഞ്ഞു പോയാൽ ഇറ്റ് വിൽ ബി കൗണ്ടഡ്. ഇത് ഭയങ്കര സൂക്ഷിച്ചു. ഞാനിപ്പോൾ കർത്താവുമായിട്ട് 4 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയെ സ്വപ്നം കാണുന്നത്. അന്നാണ് എനിക്ക് ദൈവം കിട്ടിയത്. കർത്താവ് ആനപ്പുറത്ത് വരുന്നതാണ് ഞാൻ കാണുന്നത്, സ്വപ്നം കാണുന്നത്. അന്ന് പോലെ ഈശോ ഞാൻ തിരക്കി നടക്കണമായിരുന്നു. അങ്ങനെ ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, അത് ഓരോ സമയം ചെല്ലുന്തോറും ക്രൊണോളജിക്കൽ ഇയർ അനുസരിച്ച് നമ്മുടെ ഫെയ്ത്ത് ഇയർ, ഫെയ്ത്ത് മാത്രമല്ല നമ്മൾ ലവ് ലെവലും വർദ്ധിക്കണം. ഫെയ്ത്ത് ഇയർ എന്ന് പറയുമ്പോൾ വിശ്വാസ വർഷം, അതല്ല നമ്മൾ ലവ് ലെവലും ഉണ്ട്. കാര്യം ദൈവം അത് കണ്ടു ചെയ്യുന്നുണ്ട്. എഫേസ്യൻ സഭയ്ക്ക് 2:24 ചോദിക്കുക എന്താണ്? നിന്നെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. കാര്യം എന്താണ്? നിൻ്റെ ലവ് ലെവൽ ഡൗൺ ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. ദാറ്റ് മീൻസ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. ഇത് കൗണ്ട് ചെയ്യണം, കൗണ്ട് ചെയ്യാത്തതല്ല. അങ്ങനെ ഒരു പരിധിയിലേക്ക് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. എന്താണ്? കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുക. അതിനെ സ്നേഹിക്കാൻ പറ്റുന്ന രീതിയിൽ അർത്ഥവത്തായിട്ട് കുറേ ഇക്വേഷൻസാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് ദൈവത്തെ സ്നേഹിക്കാം. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോഴേ എന്താ പ്രശ്നം ഇരിക്കണത്? നമ്മൾ തനി കർത്താവ് പറഞ്ഞ വാക്കുകൾ മാത്രം എടുത്ത്, ആ വാക്കുകൾ തന്നെ എടുത്തിട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? കർത്താവ് ഒന്ന് ദൈവം മഹത്വപ്പെടുന്നു, രണ്ടാമത് എന്താണ്? അനേകരുടെ ജീവിതത്തിൽ നിന്ന് പാപം ഒഴിഞ്ഞു പോകുന്നു, നിങ്ങളെ മൂലം അനേകരെ വിശുദ്ധീകരിക്കുന്നു. അത് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമായി മാറുന്നു. നിങ്ങൾ കർത്താവിൻ്റെ പ്രേക്ഷിതയായി മാറുന്നു. നിങ്ങൾ നിത്യത കൊയ്യുന്നു. അതായത് വൈ വി ആർ ഫോളോയിങ് മേരി, അമ്മ എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യണത്? ഒരു കാരണം അത്. അതായത് അമ്മയ്ക്കൊരിക്കലും അനുദപിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു സംഭവമാണ്. അമ്മയുടെ വിജയം അതാണ്. അമ്മയ്ക്ക് എല്ലാ അപ്പോസ്തലന്മാർക്കും അനുദപിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇല്ലേ? പത്രോസ് അനുദപിച്ചു, തോമാശ്ലീഹ അനുദപിച്ചു, പൗലോസ് അനുദപിച്ചു. പക്ഷെ അമ്മ അനുദപിച്ചിട്ടില്ല. അമ്മയ്ക്ക് അനുദപിക്കേണ്ട ഒരു ആവശ്യം അമ്മ ഉണ്ടാക്കിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നമുക്ക് ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, മാത്യു 26:75. ശ്രുതികടെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാമത്തെ വാക്യം എന്താണ്? കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്തു കരഞ്ഞു. വകുപ്പുണ്ടാക്കിയണ്ട കരയാൻ. അതായത് ഏറ്റവും ടോപ്പായിട്ട് പാറ പോലെ ഉറച്ചു നിന്ന പത്രോസിന് പോലും അവസാനം സ്വന്തം പാപത്തെ ഓർത്ത് കരയേണ്ടി വന്നിട്ടുണ്ട്. ഇതൊരു അവസരമാണ്. നിൻ്റെ കരുത്തെന്ന് പറയണത് പാപത്തെ ഓർത്ത് കരയാത്ത അവസ്ഥകളുടെ എണ്ണം കൂടുതലാണ്. ഒരു ആത്മീയ കരുത്തെന്ന് പറയുന്നത് അതാണ്. ഒരു വ്യക്തിക്ക് ആത്മീയ, നിങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ആത്മീയമായിട്ട് കരുത്ത് പ്രാപിക്കുകയല്ലേ. അപ്പോൾ ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപം ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കുതിക്കുന്നതാണ് ആത്മീയ കരുത്ത്. ഇപ്പോൾ സെൻറ്റ് തോമസിൻ്റെ അവസ്ഥ എന്താ? സെൻറ്റ് തോമസും ഇതുപോലെ അവസാനം പട്ടാക്കി പറഞ്ഞാണ് പിരിയണത്. എന്താ? അതായത് 20-28 യോഹന്നാന്റെ സുവിശേഷം. ശ്രുതികട്ടെ യോഹന്നാൻ 20:28 തോമസ് പറഞ്ഞു എന്റെ കർത്താവേ എന്റെ ദൈവമേ. 20-27 വായിച്ചേ. അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പൊ കക്ഷിക്ക് എന്താ പറ്റിയത്? ഏതോ ഒരു സമയം അവിശ്വാസിയായിപ്പോയി, ഏതോ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവിശ്വാസിയായിപ്പോയി. അതുകൊണ്ടാണ് അനുതാപത്തോടെ എൻ്റെ കർത്താവേ, സത്യം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിക്കണത്. പക്ഷേ അനുതാപത്തിൻ്റെ ഒരു അവസരമാണത്. ഈ അനുതാപത്തിന് ഒരു അവസരം ഉണ്ടാകുന്നത് ആത്മീയമായിട്ട് ഒരു കരുത്ത് കുറവാണ്. അമ്മയുടെ കരുത്ത് അതാണ്. ഇപ്പോൾ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എടുത്താൽ തന്നെ 7:24 സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദുർഭകനായ മനുഷ്യനാണെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ ദുർഭകത ഏറ്റുപറയുന്ന ഭഗവാൻ. 7:24 റോമ. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമ 7:24 ആ. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? അപ്പൊ ഈ ശാരീരികമായ അവശതകളും പരവശ്യങ്ങളും എല്ലാം അതിൽ നിന്നുണ്ടാകുന്ന വീഴ്ചയും ഉയർച്ചയും എല്ലാം കൊണ്ട് ആള് പട്ടാങ്ങി പറയുന്ന ഒരു സമയമാണ്.
ഞാൻ എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇങ്ങനെ ഒരു ഡയലോഗ് അമ്മയുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കത്തില്ല. അതാണ് കരുത്തെന്ന് പറയുന്നത്, ആത്മീയ കരുത്തെന്ന് പറയുന്നത്. മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ഓരോ സമയം ചെല്ലുന്നവർ ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ഉടമ്പടി പുതുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളെ ആത്മീയം, അപ്പോൾ നിങ്ങൾ ആത്മീയമായ കരുത്തെന്ന് പറയുന്നത് എന്താണ്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിടികിട്ടിയാ? ആത്മീയ കരുത്ത് പ്രാപിക്കണമെന്ന് നമ്മൾ എല്ലാവരും പറയും. എന്താണ് ആത്മീയ കരുത്ത്? അനുതാപത്തിൻ്റെ അവസരങ്ങളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് കൊണ്ട് ആത്മീയ കരുത്ത് പ്രാപിച്ചുകൊണ്ടിരിക്കും. കാര്യം അമ്മയ്ക്ക് അനുതാപത്തിൻ്റെ ഒത്തിരി അവസരങ്ങളുണ്ടായി, പക്ഷെ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇട്ടിവെട്ടി രീതിയാണ്. ഞാൻ എന്താണ് ഇവിടെ വിട്ടുപോകാത്ത നിൽക്കണമെന്ന് വെച്ചാൽ ഈ ഒരു സംഭവമാണ്. ശ്രുതികടെ ഹല്ലേലൂയ. പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. എന്താ പ്രശ്നം? ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്താൽ മതി. കാര്യം ഇപ്പോൾ ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ മാത്രം എടുത്ത് എത്ര പ്രശ്നം വേണമെങ്കിലും, അതായത് ഇവിടെ മുഴുവനും നീതി അമ്മയുടെ ഭാഗത്ത് മാത്രമാണ്. ബേസിക്കായിട്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണ്? അവർ സ്ത്രീയാണ്. രണ്ടാമത്തെ എന്താണ്? ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സമയമാണ് ഗർഭകാലം. ഗർഭകാലത്തെ പ്രസവകാലം, അതായത് ഒരു 3 ദിവസം കൂടിയേ പ്രസവിക്കാനുള്ളൂ. ആ സമയത്താണ് ഈ കന്യാസ്ത്രീമാർ വരണത്, ഷിഫ്റ്റിംഗ് വരണത്. കാര്യം നമ്മുടെ എന്തിനാണ് ഞാൻ ഈ ഉടമ്പടിയിൽ പറഞ്ഞത്? ഈ ഗ്രേസ് നമുക്ക് ടാപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു സംഭവം ഷിഫ്റ്റിംഗ് ആണ്. നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നോൺ കംഫർട്ട് സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഒരു ദൈവപ്രവർത്തനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നമുക്ക് സുരക്ഷിതമായ ഒരു ഇടത്തിൽ നിന്ന് അരക്ഷിതമായ ഇടത്തിലേക്ക് മൂവ് ചെയ്യണത്. വെൻ യു റിസീവ് ഇറ്റ് ഇൻ ദ നെയിം ജീസസ് വിൽ ബി എൻഗ്രേസ്ഡ്. നിങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഗർഭിണിയായ ഭാര്യയുമായിട്ട് പോവുകയാണ്, ഷിഫ്റ്റ് ചെയ്യുകയാണ്. നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ ഒത്തിരി നീതികൾ ദൈവത്തിന് ചെയ്യാമോ? ഒന്നെങ്കിൽ കന്യാസ്ത്രീമാർ മാറ്റി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ വെക്കാമായിരുന്നു. ഇനി ഇവിടെ പ്രസവം വരെ രാത്രി മനുഷ്യന്മാരില്ലാത്ത സമയത്താണ് വെക്കണത്. സമയത്തിൻ്റെ കാര്യത്തിലും ദാക്ഷിണ്യം കാണിക്കണില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയന്മാർ രാത്രിയല്ലേ വരണത്. അപ്പോൾ രാത്രി ഇടയന്മാർ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതൊരു കണ്ണും പകലും ഉള്ളപ്പോൾ വല്ല 4 മണിക്കോ വല്ലതൊക്കെയാണ് ഇവിടെ പ്രസവം വെച്ചിരുന്നെങ്കിൽ നാട്ടുകാർക്ക് വന്ന് ശുശ്രൂഷിക്കാം. ആർക്കും ശുശ്രൂഷിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെല്ലാം ഉറങ്ങി സ്വന്തം ബന്ധുക്കളും സ്വന്തപ്പെട്ടവരിൽ നിന്നൊക്കെ മാറ്റി ഇവരോട് മാക്സിമം ക്രൂരതയാണ് ചെയ്യണത്. ഈ ക്രൂരത ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും ഔസപിതാവിനോട് ദൈവത്തോട് ഇവർ മിണ്ടത്തില്ല. കാര്യം എന്താ പറയുക? അങ്ങനെ മിണ്ടിയിരുന്നെങ്കിൽ ഇവർക്ക് അനുതപിക്കേണ്ടി വന്നേനും. ദാറ്റ്സ് മൈ പോയിന്റ്. അതാണ് മരിയൻ കരുത്തെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ്സ് നിറവേറണമെങ്കിൽ ഞാൻ അരക്ഷിതാവസ്ഥ അങ്ങയുടെ നാമത്തിലെ മറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് ചേരാത്ത കാര്യത്തിന് അങ്ങയുടെ തിരുസന്നിധിയിലെ മറിയത്തെ പോലെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ സംഗ്രഹിച്ചുകൊണ്ട് കൃപയാക്കാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ഉടമ്പടി വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും അത്യാവശ്യ കാര്യങ്ങള് നടക്കാതെ വരുന്ന അവസ്ഥകള് അറിയത്തെ പോലെ ഗ്രഹത്താലല്ല ദൈവത്തിന്റെ ശക്തിയാൽ അറിയപ്പെടാൻ ബലഹീനമാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വലിയ അവധാനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ലൂക്ക 2:19 ലൂക്ക 2:52 ഈശോ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണത്. സാഹചര്യവും അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണ് ലൂക്ക 2:19 മാനുഷിക അവസ്ഥകൾ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു. അതാണ് 2:19. എന്താണ്? ഇടയന്മാർ വരുമ്പോൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് അഡ്രസ്സും ഇല്ല, ആരുപരും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു കുഞ്ഞായിട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാർ. അപ്പോൾ നാട്ടുകാരെല്ലാം ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ട സഹോദരങ്ങളില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. ഇങ്ങനെ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണം, അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും 1000 നാവ് വെച്ച് ചോദിക്കാം. പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത്? ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ആദ്യമേ പറയത്തില്ലേ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയുന്നത്. അധികം മരിയൻ കരുത്തിൻ്റെ ഭാഗമാണ്. മിണ്ടിയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറഞ്ഞത്. അതിനർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് 2:19 പറയുമ്പോഴേ മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ
നാക്ക് ഉപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. പരാതിയില്ല, പരിഭവമില്ല, തർക്കിച്ചില്ല. അത് ഈശോ ചെയ്ത പോലെയാണ്. 53:7 അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തില്ല. കാര്യം എന്താണ്? അവൻ ദാസനായിരുന്നു. എൻ്റെ ദൈവത്തിലെ ദൈവത്തെ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക, എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകണമെങ്കിൽ ദാസനോ ദാസിയാകാതെ നിനക്ക് ഇവിടുന്ന് പിടിച്ചു പോകാൻ പറ്റത്തില്ല. ഇത് അംഗീകരിക്കുന്ന ആത്മീയ കരുത്ത് കൈയടിച്ച് കർത്താനത്തോടെ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്, ഒരു വിഷയത്തിന് 2 എൻറ്റിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം, ദാറ്റ് ഇസ് ബ്ലെസ്സിങ്സ്. ഒന്നെങ്കിൽ അത് ഒന്നും നടക്കത്തില്ല, ദാറ്റ് ഇസ് ഗ്രേസ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇനി ഇങ്ങനെ ABCD പഠിച്ച് എന്നൊരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ? വി മസ്റ്റ്, അതായത് ചർച്ച് വാണ്ട് എ മച്ചുവർ വിറ്റ്നസി. ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല. വി ആർ സീക്കിംഗ് ആഫ്റ്റർ വിറ്റ്നസി. ഒരു സാക്ഷിയാകണം. സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അത് കർത്താവിൻ്റെ തിരുമനസ്സിന് അമ്മയെപ്പോലെ ദാസ്യതയോടെ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയും. അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരുന്നത്. അനുദിന ജീവിതത്തിന് നിങ്ങൾ ലഭിക്കുന്നത് ബ്ലെസ്സിങ്സ് ആണ്. നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷവിധമായ നിങ്ങളുടെ നിലപാടാണ്. കൈയടിച്ച് കർത്താവ് എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിരിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ വെക്കുക. ഉദരരോഗികളുണ്ട്, അവർ ഉദരത്തിൽ ആണ് കൈവെക്കേണ്ടത്. മൂത്രാശയത്തിൽ കല്ലുണ്ടുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, കിഡ്നി രോഗികളുണ്ട്, അവർ നടുവിലാണ് കൈവെക്കേണ്ടത്. ശ്വാസകോശ രോഗികളും കരൾ രോഗികളും നെഞ്ചിൻ്റെ മധ്യത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നെഞ്ചിൻ്റെയും വയറിൻ്റെ ഇടയ്ക്ക് കൈവെക്കണം. പങ്ക്രിയാസ് രോഗികളെ ഇടതുവശത്ത് കൈവെക്കണം, വയറിൻ്റെ. പ്രഷർ രോഗികളും ഷുഗർ രോഗികളും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവരെ, കുറേ രോഗങ്ങളുടെ കൈ പിണച്ച് സർവാംഗം ബോഡി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് സ്വസ്തിക പോലെ നെഞ്ച് പൂട്ടി കൈവച്ചിട്ട് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിനെ ഏൽപ്പിച്ച് നിൽക്കണം. അസ്ഥിരോഗികളുണ്ടാകാം, വാതരോഗികളുണ്ടാകാം, വേരിക്കോസിൻ്റെ അസുഖമുള്ളവരും PCOD രോഗികളും ഓരോ സാവരോഗികളൊക്കെ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കിടപ്പ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം, വീട്ടിലുള്ള രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ മക്കൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ നിൽക്കണം. വിശ്വാസപ്രമാണം ചൊല്ലി തീരുമ്പോൾ വീണ്ടും തുടങ്ങണം വിശ്വാസപ്രമാണം. അച്ഛൻ പ്രാർത്ഥിച്ച് തീരണവരേ പ്രാർത്ഥിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോ എല്ലാം സത്യമായിരുന്നു. ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ. കർത്താവെ കടന്നു വരണമേ കർത്താവേ. കർത്താവെ ശക്തി കൊടുക്കണമേ കർത്താവേ. കർത്താവെ ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥി ഉരിച്ചു പോകുന്നവരെ, അസ്ഥി സ്രാവമുള്ളവരെ, വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരെ കർത്താവെ അവരെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ചെവികളുടെ പഴുപ്പ് വരുന്നവരെ, അടിനോടിന് അസുഖമുള്ളവരെ, ശരീരഭാഗങ്ങളിൽ കോശങ്ങളിൽ ക്യാൻസറുകളുള്ളവരെ കർത്താവ് അവരെ സ്പർശിക്കണമേ കർത്താവെ. പല്ല് കൊഴിഞ്ഞു പോകുന്നവർ, കാഴ്ചത്തിൻ്റെ അസുഖമുള്ളവരെ അവരെ സ്പർശിക്കണമേ കർത്താവെ. തൊണ്ടയിൽ രോഗമുള്ളവർ കർത്താവ്, ടോൺസിൽ രോഗികളെ, തൈറോയ്ഡ് രോഗികളെ അവരെല്ലാവരും സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവ് ഹൃദയ രോഗികളെ, കിഡ്നി രോഗികളെ കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ച വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മക്കളില്ലാത്തൊരു സമയത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്, ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പവർ ഓഫ് ഹിസ് സ്പിരിറ്റ് കർത്താവ് അതിൻ്റെ വിശുദ്ധമായ രക്തം ഉള്ളംകാലം ഉച്ച വരെ ഒഴുകട്ടെ. സർവ്വകോശങ്ങളും പേശികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവ്വകോശങ്ങളും പേശികളും അസ്ഥികളും കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പവർ ഓഫ് ഹിസ് സ്പിരിറ്റ് touch with the fire finger, suck with the precious blood. I command you in the name of Jesus Christ to be healed. Hallelujah, 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 hallelujah.